സോഷ്യൽ മീഡിയയിലെ വൈറൽ ദമ്പതിമാരാണ് ഇന്ന് ഗായിക അഞ്ജു ജോസഫും ഭർത്താവ് ആദിത്യ പരമേശ്വരനും. ഇക്കഴിഞ്ഞ നവംബർ 28-നായിരുന്നു ഗായിക അഞ്ജു ജോസഫ് താൻ വിവാഹിതയായി എന്ന വിവരം പുറം ലോകത്തെ അറിയിക്കുന്നത്. എഞ്ചിനീയറായ ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിന്റെ ഭർത്താവ്. ഇരുവരും പണ്ടുകാലം തൊട്ട് സുഹൃത്തുക്കളായിരുന്നു. സ്കൂൾ കാലത്ത് ഒരുമിച്ച് പഠിച്ചവരാണ് ഇരുവരും. ആദിത്യയുമായിട്ടുള്ള അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത്. ഇരുവരും ഒന്നിച്ചുള്ള വിവാഹ വിരുന്നും ഏറെ ശ്രദ്ധേയമായി മാറിയതാണ്. ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയകഥ പങ്കുവയ്ക്കുകയാണ് അഞ്ജുവും ആദിത്യയും. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുന്നത്. ഈ കഥ വെളിപ്പെടുത്തുമെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ആദിത്യ പറയുന്നുണ്ട്. തങ്ങൾ കുട്ടിക്കാലം മുതൽക്കുള്ള സുഹൃത്തുക്കളാണ്. കുടുംബങ്ങൾക്കും പരസ്പരം അറിയാം. വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിന് ശേഷമാണെന്നും ആദിത്യ പറയുന്നുണ്ട്. അഞ്ജു റീലുകളിലും യൂട്യൂബിലും എല്ലാം ഫേമസ് ആയ സമയത്ത് താൻ അഞ്ജുവിനെ ബന്ധപ്പെടുകയായിരുന്നു എന്നാണ് ആദിത്യ പറയുന്നത്. കോണ്ടാക്ട് ചെയ്ത് അഞ്ജുവുമായി സംസാരിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ജു വർക്കലയിൽ വന്നപ്പോൾ താനും അവിടേക്ക് പോയി എന്നും ആദിത്യ പറയുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കളും തന്റെ കൂടെ അന്നുണ്ടായിരുന്നുവെന്നും അഞ്ജുവിന്റെ കൂടെയും രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും ആദിത്യ പറയുന്നു. അതിൽ ഒരാളാണ് നടി ഐശ്വര്യലക്ഷ്മി എന്നും കൂട്ടിച്ചേർക്കുകയാണ്. ഐശ്വര്യലക്ഷ്മിയും തന്റെ സുഹൃത്ത് ആഷിഖുമാണ് തങ്ങളുടെ പ്രണയത്തിന് ചുക്കാൻ പിടിച്ചതെന്നാണ് ഇരുവരും പറയുന്നത്. ആദ്യം തങ്ങൾക്ക് തങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നാണ് അഞ്ജു ജോസഫ് പറയുന്നത്. ആദ്യം ഈ ഒരു ബന്ധത്തോട് അഞ്ജു ജോസഫ് കുറച്ച് എതിർപ്പൊക്കെ കാണിച്ചിരുന്നു. കാരണം എന്തെന്നാൽ തന്റെ മേഖലയും ആദിത്യയുടെ മേഖലയും തീർത്തും വ്യത്യസ്തമാണ്. ഫെയിം ഹാൻഡിൽ ചെയ്യുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് അറിയില്ല എന്നുള്ള ചിന്തയായിരുന്നു അഞ്ജുവിനെന്നും പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് ആലോചിക്കണമെന്നൊക്കെ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ആദിത്യ പറയുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നുവെന്നും ഇരുവരും തുറന്നു പറയുന്നു. എന്നാൽ പക്ഷേ ഇനി താൻ സിംഗിളായിട്ടാകും ജീവിതം പോവുകയെന്നായിരുന്നു കരുതിയിരുന്നതെന്നും ആദിത്യ പറയുന്നുണ്ട്. വീട്ടിൽ തനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിരുന്നതായും ആദിത്യ പറയുന്നു. ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്നും അഞ്ജു ജോസഫ് പറയുന്നുണ്ട്. എന്നാൽ പക്ഷെ ആ പെൺകുട്ടിയെ താൻ നേരിൽ കണ്ടിട്ടില്ല എന്നും ആദിത്യ പറയുന്നുണ്ട്. വിവാഹത്തിന് താനപ്പോൾ തയ്യാറായിരുന്നില്ല എന്നാണ് ആദിത്യ പറയുന്നത്. എന്നാൽ പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നും ആദിത്യയും മഞ്ജുവും ഒരുപോലെ പറയുന്നു. വിവാഹം കഴിഞ്ഞ് വിവാഹ വേഷത്തിൽ ആലപ്പുഴ രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ആദിത്യക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അഞ്ജു ജോസഫ് തന്റെ വിവാഹം കഴിഞ്ഞ കാര്യം ആരാധകരോട് പറയുന്നത്. രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒരുക്കിയിരുന്നു ഇരുവരും. ഇതിൽ നിന്നുമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. അഞ്ജുവിനും കൂട്ടുകാർക്കുമൊപ്പം ഡാൻസ് കളിക്കുവാൻ നടി ഐശ്വര്യലക്ഷ്മിയും ഒപ്പമുണ്ടായിരുന്നു. ഈ വീഡിയോയും വലിയ രീതിയിൽ തന്നെ ചർച്ചയായി മാറി. റിസപ്ഷനിൽ വെച്ച് അഞ്ജുവും ആദിത്യയും ചേർന്ന് പാട്ടുപാടുകയും ചെയ്തിരുന്നു. പാട്ട് പാടുന്നതിനിടെ ആദിത്യ കരഞ്ഞ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിയത്. പിന്നാലെ തന്നെ ആദിത്യ കളിയാക്കിയും ചിലർ എത്തിയിരുന്നു. ആണായിട്ട് കരയുന്നത് എന്തിനാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ പരിഹാസം. ഇതിനെപ്പറ്റിയും ആദിത്യ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ്. അതിൽ നമ്മൾ ഒന്നു ചേർന്നിടുമെന്ന വരി പാടവിയാണ് ആദിത്യ കരയുന്നത്. താൻ ഇമോഷണൽ ആയ ഒരാളാണെന്നാണ് ആദിത്യ പറയുന്നത്. പുരുഷന്മാർ കരയാൻ പാടില്ല എന്നാണ് പറയുക. എന്നാൽ പക്ഷേ തനിക്ക് ഇമോഷൻസ് കാണിക്കുന്നതാണ് ഇഷ്ടം. കരച്ചിലാണെങ്കിൽ കരച്ചിൽ, ആരോഗ്യപരമായിട്ടുള്ള ദേഷ്യമാണെങ്കിലും അങ്ങനെ, അത് കാണിക്കണമെന്ന് തന്നെ ചിന്തിക്കുന്ന ആളാണ് താനെന്നായിരുന്നു അഞ്ജു ജോസഫിന്റെ പ്രതികരണം. ആൺകുട്ടികൾ കരയില്ല എന്ന സിഗ്മയൊക്കെ ബ്രേക്ക് ചെയ്യുവാനായെന്നും ആദിത്യ പറയുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കരയാൻ തോന്നിയാൽ കരയണമെന്നും അഞ്ജു ജോസഫ് പറയുന്നു. അതേസമയം എന്തുകൊണ്ട് കരയുന്നു എന്നത് പ്രധാനമാണെന്നും ആദിത്യ പറയുന്നുണ്ട്. 25 വയസ്സ് കഴിഞ്ഞതിനു ശേഷം താൻ പാട്ടുകളുടെ വരികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് ആദിത്യ പറയുന്നു. ഹിന്ദി പാട്ടാണെങ്കിലും തെലുഗു പാട്ടാണെങ്കിലും വരികൾ വായിച്ച് മനസ്സിലാക്കും. എന്നാൽ മാത്രമേ തനിക്ക് ആ പാട്ടുമായി പൂർണ്ണമായും കണക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആദിത്യ പറയുന്നത്. ഒരു നാൾ കിനാവ് പൂത്തിടും, അതിൽ നമ്മൾ ഒന്നു ചേർന്നിടുമെന്ന വരിയിൽ എത്തിയപ്പോഴാണ് താൻ കരഞ്ഞതെന്നാണ് ആദിത്യ പറയുന്നത്. തങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഈ ബന്ധത്തിലേക്ക് എത്താൻ. തങ്ങൾ നേരത്തെ തന്നെ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ കല്യാണം നടക്കൂ എന്നത്. അതിനായി ഒരുപാട് ബുദ്ധിമുട്ടി തങ്ങൾ. കുറച്ചുപേർ തങ്ങളുടെ കൂടെ നിന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ പാട്ടുപാടിയ ആ നേരം തനിക്ക് ഓർമ്മ വന്നുവെന്നാണ് ആദിത്യ പറയുന്നത്. മാത്രമല്ല സന്തോഷം കൊണ്ടാണ് താൻ ശരിക്കും കരഞ്ഞതെന്നാണ് ആദിത്യയുടെ വെളിപ്പെടുത്തൽ. ഒന്നിരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും വീണ്ടും തനിക്ക് കരച്ചിൽ വന്നുവെന്നും ആദിത്യ പറയുന്നുണ്ട്. ആണുങ്ങൾ കരയുന്നതിൽ മോശമൊന്നുമില്ല, എന്തുകൊണ്ട് കരയുന്നില്ല എന്നേ ഉള്ളൂവെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പിന്നെ അഞ്ജു ഒരുപാട് ഇമോഷണൽ സൈക്കിളിലൂടെ കടന്നുപോയതാണെന്നും തനിക്കറിയാം. അതും അപ്പോൾ താൻ ഓർത്തിരുന്നുവെന്നും അത്ര സന്തോഷത്തോടെയാണ് അഞ്ജു തനിക്കൊപ്പം നിന്നിരുന്നത്. തന്നെക്കാളും 100 ഇരട്ടി എക്സൈറ്റ്മെന്റിലായിരുന്നു അഞ്ജു അപ്പോഴെന്നും തനിക്കൊപ്പം അവിടെ നിന്നുവെന്നും ആദിത്യ പറയുന്നുണ്ട്.
വളരെ ഹാപ്പി ആയിട്ടാണ് താൻ കല്യാണം കഴിച്ചതെന്നാണ് അഞ്ജു ജോസഫ് ആദിത്യയുമായിട്ടുള്ള രണ്ടാം വിവാഹത്തെ പറ്റി പറയുന്നത്. അതേസമയം മലയാളം ടെലിവിഷനിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്ന സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു ജോസഫിനെ മലയാളികൾ പരിചയപ്പെടുന്നത്. സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ പരിപാടികളുടെ ശ്രദ്ധേയനായ ഷോ ഡയറക്ടർ അനൂപ് ജൂണിനെയാണ് അഞ്ജു ജോസഫ് ആദ്യം വിവാഹം ചെയ്തിരുന്നത്. 5 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു ഇവരുടെ വിവാഹം. ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം മാനസികമായി താൻ തകർന്നുപോയെന്നും താൻ വിഷാദത്തിലേക്ക് അന്ന് പോയ അവസ്ഥ ഉണ്ടായതായും അഞ്ജു ജോസഫ് മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ വളരെ സൗഹൃദത്തോടു കൂടിയാണ് മുൻ ഭർത്താവുമായി പിരിഞ്ഞതെന്നും അഞ്ജു ജോസഫ് പറഞ്ഞു. അതേസമയം ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ യുവ ഗായികയാണ് അഞ്ജു ജോസഫ്. സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെ അഞ്ജു താരമായി മാറി. പിന്നീട് അവതാരകയായും ഗായികയായും എല്ലാം കയ്യടി നേടാനും അഞ്ജുവിന് കഴിഞ്ഞു. സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അഞ്ജു ജോസഫ് സിനിമാ പിന്നണി ഗാനാലാപനത്തിലേക്കും ചേക്കേറി. 2011 ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ പാടിയാണ് സിനിമയിൽ അഞ്ജുവിന്റെ തുടക്കം. അതിനുശേഷം ലൂക്ക അടക്കമുള്ള സിനിമകളിലും പിന്നണി പാടിയിട്ടുണ്ട്. തെലുങ്കിലും അഞ്ജു ജോസഫിന് അവസരങ്ങൾ ലഭിച്ചു. സിനിമയിൽ 10-ലധികം പാട്ടുകൾ ഇതിനോടകം പാടിയ അഞ്ജു ജോസഫ് കവർ സോങ്ങുകൾ ചെയ്തും സ്റ്റേജ് ഷോകളിലൂടെയും സജീവമാണ്. സംഗീതത്തിന് പുറമെ അഭിനയത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അഞ്ജു ജോസഫ്. കൂടാതെ തെന്നിന്ത്യൻ സിനിമകളിലും അഞ്ജു ജോസഫ് സാന്നിധ്യം അറിയിച്ചു. ഐശ്വര്യലക്ഷ്മി നായികയായി എത്തിയ അർച്ചന, 31, നോട്ട് ഔട്ട് അടക്കമുള്ള സിനിമകളിലും അഞ്ജു ജോസഫ് അഭിനയിച്ചു. സംഗീതവേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.